കോഴിക്കോട് കുറ്റിച്ചിറ കുളത്തിൽ സുരക്ഷാ സംവിധാനമില്ല എന്ന ആരോപണത്തിൽ കോഴിക്കോട് മേയർ ഡോക്ടർ മീന ഫിലിപ്പ് ഇടപെട്ടു. കുളത്തിൽ ഉടൻ സുരക്ഷാ സംവിധാനം ഒരുക്കുമെന്ന് മേയർ 24-നോട് പറഞ്ഞു. കുളത്തിലെത്തിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ച പശ്ചാത്തലത്തിൽ മേയർ ഇടപെടുകയായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ കുളം ഇന്നത്തെ കാണുന്ന ഇത്ര മനോഹരമാക്കുന്നതിന് മുൻപ് പഴയ കുളത്തിൽ നമ്മൾ കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചിരുന്നു. അന്നൊന്നും നമുക്ക് അങ്ങനെ ഒരു കാര്യം തോന്നിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. എനിക്കും അത് കേട്ട ഉടനെ സങ്കടം തോന്നി. കാരണം അവിടെ നന്നായി നീന്തുന്ന ആൾക്കാരൊക്കെ നീന്തുണ്ടായിരുന്നു. ഈ കുട്ടിക്ക് നന്നായി നീന്തൽ അറിയായിരുന്നു. ഇതൊരു കാര്യമായി എടുത്തുകൊണ്ട് നമ്മൾ എല്ലാ സൈഡിൽ പിടിക്കാനുള്ള ഇരുമ്പിൻ്റെ ചെയിൻ പോലത്തെ ഒരു സാധനം ഇടും. അത് സൈഡിൽ വെക്കുകയും അത് വിദഗ്ധമായിട്ട് നമ്മുടെ സ്പോർട്സ് കൗൺസിൽ അവരെ കൊണ്ട് 2 കയറ് പോലത്തെ ഒരു സാധനങ്ങളായിരുന്നു നടുക്ക് വലിച്ചു കെട്ടിക്കൊണ്ട് ആർക്കും ഇനി ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് കോർപ്പറേഷൻ്റെ തീരുമാനം. ഡോക്ടർ ബീന ഫിലിപ്പ് സംസാരിക്കുകയായിരുന്നു. ഇനി കോഴിക്കോട് നിന്ന് മിഥില ബാലൻ നമുക്കൊപ്പം ചേരുന്നു. മിഥില, യഥാർത്ഥത്തിൽ ഈ വാർത്തയിൽ ഇടപെടുകയായിരുന്നു കോഴിക്കോട് മേയർ. തീർച്ചയായും എസ്കേൻ ഇടപെടുക തന്നെയായിരുന്നു കോർപ്പറേഷൻ മേയർ. കാരണം ഇന്നലെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയ സമയത്ത് ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് DTPCയുടെ നേതൃത്വത്തിൽ ഈ കുളത്തിൻ്റെ നവീകരണം നടത്തി. പക്ഷേ മേൽനോട്ട ചുമതല കോഴിക്കോട് കോർപ്പറേഷനാണ്. സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ ഒരുക്കിയിട്ടില്ല. അപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ അവർ അടിയന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മേയർ ബീന ഫിലിപ്പിൻ്റെ അടുത്ത് പ്രതികരണം ആരാഞ്ഞത്. ആ സമയത്താണ് ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് മേയർ പറഞ്ഞത്. മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഈ കുളത്തിൽ ഒരുക്കാനുള്ള നടപടി ആരംഭിക്കുമെന്ന് മേയർ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് 17 വയസ്സുള്ള ഒരു കുട്ടി നന്നായി നീന്തലറിയാം. മേയർ പറഞ്ഞതുപോലെ തന്നെ നന്നായി നീന്തലറിയാവുന്ന ഒരു കുട്ടിയാണ്. നീന്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കുളത്തിൽ മുങ്ങിപ്പോയത്. ഈ കുളത്തിൻ്റെ 2 വശങ്ങളിലും നീന്തി എത്തുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ മറ്റും ഒരു സംവിധാനവും അവിടെയില്ല. അതിനാണ് പ്രഥമ പരിഗണന എന്ന് പറയുന്നു. ഇത്തരത്തിൽ ചെയിൻ ഹോൾഡറുകൾ അവിടെ വെക്കും എന്നാണ് മേയർ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇന്നലെ ഈ വിദ്യാർത്ഥി നീന്തുന്ന സമയത്ത് മുങ്ങിപ്പോവുകയായിരുന്നു. ആ മുങ്ങിപ്പോകുന്ന സമയത്ത് ഒന്നും പിടിക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സ്പോർട്സ് കൗൺസിലുമായി ചേർന്ന് ഇത്തരത്തിൽ അവിടെ കയർ കെട്ടുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ നീന്തുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രയാസം അനുഭവപ്പെടുകയാണെങ്കിൽ എന്തിലെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കുക എന്നത്. അതിനാണ് ഇത്തരത്തിൽ കയറോ മറ്റെന്തെങ്കിലും സംവിധാനം അവിടെ ചെയ്യാൻ പറ്റുമോ എന്നത് സ്പോർട്സ് കൗൺസിലുമായി കൂടി ചേർന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറഞ്ഞത്. എന്തുതന്നെയാലും വളരെ വേഗത്തിൽ ഈ വിഷയത്തിൽ ഇടപെടും അല്ലെങ്കിൽ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാക്കും എന്ന ഒരു ഉറപ്പ് തന്നെയാണ് മേയർ ബീന ഫിലിപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. എസ്കേൻ. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ.